നമസ്കാരം. എമ്പുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തെ തുടർന്ന് സിനിമ ഇന്നലെ കാണാൻ വേണ്ടി പി ജയരാജൻ തിയേറ്ററിൽ പോയിരുന്നു. അദ്ദേഹം തിയേറ്ററിൽ പോയി സിനിമ കണ്ട ശേഷം അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലാണ് അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും പി ജയരാജന്റെ പ്രതികരണം ഞാനൊന്ന് വായിക്കാം. അസഹിഷ്ണുതയുടെ ആൾരൂപമായ സംഘപരിവാരം രാജ്യത്തിലുടനീളം നടത്തുന്ന അക്രമങ്ങളും ഭീഷണികളും വിലക്കുകളും സമൂഹം വലിയ തോതിൽ ചർച്ച ചെയ്തു വരികയാണല്ലോ. ഏറ്റവും ഒടുവിൽ ഇന്നലത്തെ തമിഴ്നാട്ടിലെ കന്യാകുമാരി കുഴിത്തുറയിൽ നിന്ന് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. CPIM 24ാമത് പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുന്നതിനോടനുബന്ധിച്ച് സനാതന ധർമ്മത്തെക്കുറിച്ച് സംഘടിപ്പിച്ച സെമിനാർ വേദിയിൽ വെച്ചാണ് കേരളത്തിലെ പ്രമുഖ നവോത്ഥാന പ്രഭാഷകൻ ശ്യാംകുമാറിന് നേരെ കയ്യേറ്റമുണ്ടായത്. സെമിനാറിൽ പ്രസംഗിച്ച ശ്യാംകുമാർ താഴെയിറങ്ങിയ സന്ദർഭത്തിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. സനാതന ധർമ്മത്തെക്കുറിച്ചായിരുന്നു സെമിനാർ. കയ്യേറ്റ ശ്രമത്തെ തുടർന്ന് ജനങ്ങൾ ഓടിക്കൂടി. CPIM പ്രവർത്തകരുടെ ചെറുത്തുനിൽപ്പിലാണ് അക്രമികൾ പിന്തിരിഞ്ഞത്. ഹിന്ദുത്വ തീവ്രവാദ ശക്തികൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന സനാതന ധർമ്മം ജാതി ധർമ്മം തന്നെയാണ്. ഹിന്ദുത്വ ഭാഷയുടെ മറ്റൊരു പേര് മാത്രമാണ് സനാതന ഹിന്ദുത്വം എന്ന് സംസ്കൃത പാഠങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രസംഗമാണ് RSSകാരെ ചൊടിപ്പിച്ചത്. ഇന്ത്യയിലെ അടിസ്ഥാന ജനതയെ രക്ഷിച്ചത് നവോത്ഥാന പോരാട്ടങ്ങളും അതിന്റെ തന്നെ തുടർച്ചയായ ഇന്ത്യൻ ഭരണഘടനയുമാണ് എന്നുള്ള പ്രസ്താവനയും അവർക്ക് ഉൾക്കൊള്ളാനാവില്ല. ശ്യാംകുമാറിന് നേരെയുള്ള ആക്രോശവും കയ്യേറ്റവും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ആക്രമണത്തിന്റെ തുടർച്ച കൂടിയാണ്. മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് ഒരുക്കിയ എമ്പുരാൻ സിനിമയ്ക്ക് നേരെ ഉയരുന്ന ഭീഷണിയും അതിന്റെ ഭാഗമാണ്. ഈ സിനിമ ഇന്ന് മലയാളി പ്രേക്ഷകർ ആകെ തിയേറ്ററുകളിലേക്ക് ഇറച്ചുകയറി കാണുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനും എമ്പുരാൻ സിനിമ കണ്ടു. സിനിമയ്ക്കെതിരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയും ഉയർന്നു വരുന്ന സംഘപരിവാർ ഭീഷണിക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. സിനിമ കണ്ടതിന് ശേഷം ഞാനും ആലോചിക്കുകയുണ്ടായി, എന്തു കാരണത്താലാണ് RSSകാർ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രതിഷേധം ഉയർത്തിയതെന്ന്. പല പ്രമുഖരും ചൂണ്ടിക്കാണിച്ചതുപോലെ 2022 മോദി ഭരണകാലത്ത് നടന്ന ഗുജറാത്തിലെ മുസ്ലിം വംശഹത്യയുടെ ദൃശ്യങ്ങളാണ് RSSകാരെ ചൊടിപ്പിച്ചതെന്ന് പൊതു അഭിപ്രായം രൂപപ്പെടുകയുണ്ടായി. ആ ദൃശ്യങ്ങളിൽ മുസ്ലിം തീവ്രവാദ പരിശീലന ക്യാമ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് തോന്നുന്നത് സിനിമയുടെ അവസാന രംഗങ്ങളാണ് സംഘപരിവാരത്തെ പ്രകോപിച്ചിട്ടുണ്ടാവുക എന്നതാണ്. ക്രൂരതയുടെ മൃഗീയ സ്വഭാവം പ്രാവർത്തികമാക്കിയ കഥാപാത്രത്തിന്റെ പേര് ബജ്രംഗി എന്ന് നിശ്ചയിച്ചതും അവരെ രോഷാകുലരാക്കി എന്നു മാത്രമല്ല, ആ കഥാപാത്രം സിനിമയുടെ ഒടുവിൽ വിചാരണ ചെയ്യപ്പെടുന്നതും ശിക്ഷയ്ക്ക് ഇരയാവുന്നതും അതിമനോഹരമായി ചിത്രീകരിച്ചു. ഈ ഭാഗമാണ് കൂടുതൽ പ്രകോപനത്തിന് ഇടയാക്കിയതെന്നാണ് അനുമാനിക്കേണ്ടത്. കാരണം തിരിച്ചടികൾ ഫാസിസ്റ്റുകളെ എപ്പോഴും അമ്പരിപ്പിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ഭയങ്കരമായ തിരിച്ചടികൾ പ്രതീക്ഷിക്കുന്നത് പോലും അവർക്ക് സഹിക്കാവുന്നതല്ല. അതിനാൽ ജനാധിപത്യ സമൂഹം ഫാസിസ്റ്റുകളുടെ എല്ലാ നീക്കങ്ങളെയും കണ്ടറിഞ്ഞ് പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു. ആ പ്രതിരോധം ഒരു തുടർ പ്രക്രിയയാകണം എന്നാണ് പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ വലിയ ഒരു കരുതൽ സംരക്ഷണമൊക്കെ എമ്പുരാന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുന്ന ആരാണ്? ഇടത് MP ആയിട്ടുള്ള നമ്മുടെ AR റഹീമാണ്. ഇടത് നേതാക്കൾ ഇത് പാർലമെന്റിലും ഈ വിഷയം ഉന്നയിക്കുകയാണ്. അങ്ങനെ സംഘപരിവാർ ഒരു കലാസൃഷ്ടിക്കെതിരെ, ഒരു സിനിമയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വേട്ടയ്ക്കെതിരെ ഒറ്റക്കെട്ടായി സംസ്ഥാനവും ഇടതുപക്ഷവും ഒക്കെ ആ വിഷയത്തിൽ നിലപാട് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിനെ ചെറുത്ത് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തന്നെ മല്ലിക സുകുമാരൻ എന്താണ് പറഞ്ഞത്? നരേന്ദ്രമോദി ഭക്തയായ RSSകാരെയൊക്കെ വലിയ രീതിയിൽ തന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ള നമ്മുടെ മല്ലിക സുകുമാരൻ ഇന്നലെ പറയുന്നു, പിണറായി വിജയനെ പോലുള്ള കരുത്തുറ്റ നേതാക്കളാണ് നമുക്ക് ആവശ്യം എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തുന്നു. അവരും തിരിച്ചറിയുന്നു സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ നെറികെട്ട മുഖം അവർ തിരിച്ചറിയുന്നു. സംഘപരിവാർ രാഷ്ട്രീയം എത്രത്തോളം ഭീകരമാണ് എന്ന് അവർക്കൊരു അനുഭവം ഉണ്ടായപ്പോൾ അവർ തിരിച്ചറിയുന്നു ഇടതുപക്ഷമാണ് ശരിയുടെ പക്ഷമെന്ന്. ഇനിയും LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരണം, പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരണം എന്നാണ് മല്ലിക സുകുമാരൻ പോലും പറഞ്ഞത്. വൈ എന്ന് ചോദിച്ചാൽ ആ സിനിമയ്ക്കെതിരെ വലിയ പ്രതിഷേധം നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ സിനിമ കാണാൻ തയ്യാറാകുന്നു. അദ്ദേഹം ആ സിനിമ കണ്ട ശേഷം അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു. സംഘപരിവാറിനെതിരെയുള്ള അദ്ദേഹത്തിന്റെ വ്യക്തമായ നിലപാട് ആ എഴുത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അപ്പോൾ സംഘപരിവാറിനെതിരെ, സംഘപരിവാർ വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്നവരെ വലിയ തോതിൽ തന്നെ ആക്രമിക്കാൻ വേണ്ടി സംഘപരിവാരങ്ങൾ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ അവരെ ചെറുത്ത് തോൽപ്പിക്കാൻ ഇവിടെ ഒരു ജനതയുണ്ട്. അതിനൊപ്പം തന്നെ അതിന്റെ മുന്നിൽ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് എന്ന് അദ്ദേഹം ആ ഒരു എഴുത്തിലൂടെ ഒരു സൂചന കൊടുക്കുന്നുണ്ട്. അത് തന്നെയാണ് സംഘപരിവാരങ്ങളെ ഞെട്ടിപ്പിക്കുന്നതും അത് തന്നെയാണ് സംഘപരിവാരങ്ങളെ പേടിപ്പിക്കുന്നതും. അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഏതൊരു അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ രംഗത്തേക്ക് വന്നാലും അതിനെതിരെ
അതിശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ള ആളാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. നോക്കൂ, പൗരത്വ ഭേദഗതി നിയമം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമം നടത്തി. അങ്ങനെ അതുപോലെ തന്നെ കേരള സ്റ്റോറി ഇവിടെ കൊണ്ടുവന്നിട്ട് ഹിന്ദുവിനെയും മുസ്ലിമാനെയും ക്രിസ്ത്യാനിയും ഒക്കെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തി. ആ വിഷയങ്ങളൊക്കെ വ്യക്തമായ നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഘപരിവാർ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ആ രാഷ്ട്രീയം കൊണ്ട് നമ്മുടെ കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും കലാപം അഴിച്ചുവിടുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തുമ്പോഴും നമ്മുടെ സർക്കാർ, നമ്മുടെ LDF സർക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി അതിനെ പ്രതിരോധിക്കുന്ന കാഴ്ച നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള വ്യക്തി കൂടിയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും സിനിമയുമായി ബന്ധപ്പെട്ട് ഉടലെടുത്തിട്ടുള്ള വലിയ വിവാദങ്ങൾ കത്തിപ്പുകയുന്നതിനിടയിലാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കട്ട് ചെയ്യാം എന്ന നിലപാടിലേക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർ എത്തിയത്. എന്തായാലും മോഹൻലാലും അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂരും ഒക്കെ സംഘപരിവാറിന് മുമ്പിൽ മുട്ടുകുത്തിയപ്പോഴും നിലപാടിൽ ഉറച്ചു തന്നെ നിന്നുകൊണ്ട് പൃഥ്വിരാജും അതുപോലെ തന്നെ മുരളി ഗോപിയൊന്നും തോറ്റു കൊടുക്കാൻ മനസ്സില്ല എന്നും മാപ്പ് പറയാൻ മനസ്സില്ല എന്നും അഴിയെങ്കിൽ അഴി എന്ന നിലപാട് സ്വീകരിച്ചതിന് ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ കയ്യടിയാണ് പൃഥ്വിരാജിനും മുരളി ഗോപിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മോഹൻലാലിനും അതുപോലെ തന്നെ ആന്റണി പെരുമ്പാവൂരിനും ഒക്കെ വലിയ കല്ലേറ് പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന്, ആരാധകർക്കിടയിൽ നിന്ന്, മലയാളി സമൂഹത്തിനിടയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലപാടിൽ ഉറച്ചു നിൽക്കാതെ ചാഞ്ചാടി, മാത്രവുമല്ല ഇത്തരം ഒരു സൈബർ ആക്രമണം നടക്കുമ്പോൾ അല്ലെങ്കിൽ സംഘപരിവാർ ആക്രമണം നടക്കുമ്പോൾ ആ ആക്രമണത്തിൽ പൃഥ്വിരാജിനെയും അതുപോലെ തന്നെ മുരളി ഗോപിയെയും പിടിച്ചിട്ട് കൊടുത്തുകൊണ്ട് കൈ കഴുകി മോഹൻലാലും സംഘവും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ സിനിമ 200 കോടി ക്ലബിൽ കയറുമ്പോൾ സിനിമയുടെ പോസ്റ്റർ എങ്ങനെയാണ് വരുന്നത്? മോഹൻലാലിന്റെ പേരില്ല, ആശ്രവാദിന്റെ പേരില്ല, ഗോകുലം ഗോപാലിന്റെ പേരില്ല. പൃഥ്വിരാജിന്റെ ഫോട്ടോയും മോഹൻലാലിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ പൃഥ്വിരാജ് മുന്നിൽ മോഹൻലാലിനെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നു. ആ ഫോട്ടോ ഇന്നലെ മോഹൻലാലും ഷെയർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാല് സമ്മതിക്കുന്നു, അതായത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് പൃഥ്വിരാജാണ്, എന്നെ ആരും വിമർശിക്കണ്ട എന്ന് പറഞ്ഞ് പേടിച്ചൊളിച്ചിരിക്കുന്നു. ആ പോസ്റ്റർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ ആർക്കും കത്തിവെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഈ സിനിമയിൽ 17 വെട്ടുവെട്ടാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനത്തിനൊപ്പമല്ല പൃഥ്വിരാജും മുരളി ഗോപിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. മാത്രമല്ല എമ്പുരാൻ സിനിമ ഇപ്പൊ വെട്ടിമാറ്റി തിയേറ്ററിലേക്ക് എത്തുമ്പോൾ എന്താണ് അവസ്ഥ? സിനിമയ്ക്ക് ഇപ്പൊ പഴയതുപോലെ സിനിമ കാണാൻ വേണ്ടി ആളുകളുണ്ടോ? ഇല്ല. സിനിമ തിയേറ്ററിൽ ആദ്യ ദിനവും അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 3-4 ദിവസം കിട്ടിയതുപോലുള്ള ഒരു വലിയ രീതിയിലുള്ള സ്വീകാര്യത കിട്ടുന്നില്ല. എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഘപരിവാരങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് സിനിമയെ മാറ്റുമ്പോൾ വസ്തുതകളെല്ലാം തന്നെ മൂടി വെച്ചുകൊണ്ട്, സത്യങ്ങൾ മുഴുവൻ മൂടി വെച്ചുകൊണ്ട് നുണപ്രചരണം നടത്തുന്ന രീതിയിൽ, സത്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇനിയിപ്പോ സംഘപരിവാറിനെ ഒളിപ്പിക്കുന്ന രീതിയിലേക്ക് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുമ്പോൾ മലയാളിക്ക് മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മതേതര മനസ്സുള്ള മലയാളികൾക്ക് കാണാൻ മനസ്സില്ലഹേ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോ നമുക്ക് ബുക്ക് മൈ ഷോയ്ക്ക് എടുത്ത് നോക്കിയാൽ പച്ച ഒരുപാട് നമുക്ക് തെളിഞ്ഞിരിക്കണം കാണാം അല്ലെ? എന്തോരം സീറ്റുകളാണ് ഇപ്പോൾ കിടക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, 17 വെട്ട് വെട്ടാൻ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ തീരുമാനിച്ച തീരുമാനത്തോട് കേരളത്തിലെ ജനങ്ങൾക്ക് കടുത്ത വിയോജിപ്പുണ്ട്. അങ്ങനെ വെട്ടിക്കൂട്ടിയ ഒരു പ്രൊഡക്റ്റ് കാണാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നട്ടലോട് കൂടി ഒരു കഥ പറയുന്നുണ്ടെങ്കിൽ ആ കഥയിൽ തന്നെ ഉറച്ചു നിൽക്കണം, അല്ലെങ്കിൽ ആ സിനിമയിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള ഒരു നിലപാടും ധൈര്യവും ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ കാണിക്കണമായിരുന്നു എന്നാണ് എനിക്കും പറയാനുള്ളത്. എന്തായാലും പൃഥ്വിരാജിനോടും മുരളി ഗോപിയോടും ഒക്കെ പറയാനുള്ളത് ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. ഇത്തരത്തിലുള്ള സിനിമകൾ പിടിക്കുമ്പോൾ നട്ടലുള്ള ആളുകളെ മാത്രം കൂടെ നിർത്തുക, അല്ലാതെ സംഘപരിവാർ ഇങ്ങനെ കാണിക്കുമ്പോൾ കണ്ടം വഴി ഓടുന്ന ലാലേട്ടനെ പോലുള്ള ആളുകളെയൊക്കെ വെച്ച് ഇനിയെങ്കിലും പടം പിടിക്കാതിരിക്കുക. ഇത് നിങ്ങൾക്കൊരു വലിയ അനുഭവമായിരിക്കും, ഇത് നിങ്ങൾക്കൊരു വലിയ അനുഭവമായിരിക്കണം എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. ഓർഗനൈസറൊക്കെ ഇന്നും ഒക്കെ നല്ല കണക്കില് പൃഥ്വിരാജിനെ വേട്ടയാടുന്നുണ്ട്. പൃഥ്വിരാജിനെ ആരൊക്കെ ജിഹാദിയാക്കാൻ ശ്രമം നടത്തിയാലും, ആരൊക്കെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടി ശ്രമം നടത്തിയാലും അതൊന്നും ഈ കറത്തിൽ വേവില്ലഹേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.